വെൽക്കം ടു മിസ്റ്റർ ഫോക്സ് ചാനൽ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ GST ഇൻകം ടാക്സ് റിലേറ്റഡ് വീഡിയോസിനും കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ്സിനും അപ്ഡേറ്റ്സിനും വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യുക. മെമ്പേഴ്സ് ഓൺലി എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ്സ് ആക്സസ് ചെയ്യാനായി പെയ്ഡ് മെമ്പർഷിപ്പ് പ്രോഗ്രാം മിസ്റ്റർ ഫോക്സ് പ്രൈമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. GST ആൻഡ് ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസ്, ഷോർട്സ്, റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം തന്നെ മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചാനലിലെ ജോയിൻ ബട്ടൺ യൂസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ജോയിൻ ചെയ്തതിന് ശേഷം ചാനലിൻ്റെ മെമ്പർഷിപ്പ് ടാബിലെ എല്ലാ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ്സും നിങ്ങൾക്ക് വിസിബിൾ ആവുന്നതാണ്. മെമ്പർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ദിസ് ചാനൽ. 1 ജാനുവരി 2025 മുതൽ ഇൻവോയ്സ് ആൻഡ് ഇ-വേ ബില്ലിൽ വരുന്ന ചേഞ്ചസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വൈസറി ഓൾറെഡി ഇവിടെ പോർട്ടലിൽ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കേണ്ടവർക്ക് വായിക്കാവുന്നതാണ്. സിമ്പിളായിട്ട് ആ ചേഞ്ചസ് മാത്രം ഞാൻ പറയാം. ഫസ്റ്റ് വൺ മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ആണ്. ID ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് മൊബൈലിലേക്ക് ഒരു OTP കൂടെ വരുന്നതാണ്. ഇതുവരെ എല്ലാവർക്കും ഈ ഓപ്ഷൻ ആക്റ്റീവ് ആയിരുന്നില്ല. ആനുവൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ 100 CR ക്രോസ് ചെയ്യുന്നവർക്ക് 20th ഓഗസ്റ്റ് 2023 മുതൽ അത് ആക്റ്റീവ് ആയിരുന്നു. 20 CR ക്രോസ് ചെയ്യുന്നവർക്ക് ഓപ്ഷനിലായിരുന്നു സിൻസ് 11th സെപ്റ്റംബർ 2023. 1 ജാനുവരി 2025 മുതൽ മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ മാൻഡേറ്ററി ആവാണ് 20 CR ക്രോസ് ചെയ്യുന്നവർക്ക്. അതുപോലെ തന്നെ 1 ഫെബ്രുവരി 2025 മുതൽ 5 CR ക്രോസ് ചെയ്യുന്നവർക്കും മാൻഡേറ്ററി ആവാണ്. 1 ഏപ്രിൽ 2025 മുതൽ ടേൺ ഓവർ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും OTP വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആവാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഇ-വേ ബിൽ പോർട്ടലിലും ഇൻവോയ്സ് പോർട്ടലിലും മാൻഡേറ്ററി ആയി മാറുന്നതാണ്. സോ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കറക്റ്റ് ആണെന്ന് ഈ 2 പോർട്ടലിലും കയറി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് OTP എടുക്കാൻ പറ്റുന്ന മൊബൈൽ നമ്പർ ആണെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് വൺ ഇ-വേ ബിൽ ജനറേഷൻ്റെ ഡേറ്റ് ആണ്. ഇൻവോയ്സ് ഡേറ്റിൽ നിന്നും അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ ഡേറ്റിൽ നിന്നും എത്ര ഡിലേ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. 180 ഡേയ്സിന് ശേഷം എടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി മുതൽ ദ ജനറേഷൻ ഓഫ് ഇ-വേ ബിൽ വിൽ ബി റെസ്ട്രിക്റ്റഡ് ടു ഡോക്യുമെൻറ്റ് സ്റ്റേറ്റഡ് വിത്തിൻ 180 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജനറേഷൻ. നിങ്ങൾ ഡോക്യുമെൻറ്റ് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് അതിന് ശേഷം 180 ഡേയ്സിനുള്ളിൽ ഇ-വേ ബിൽ എടുക്കേണ്ടതാണ്. അതിന് ശേഷം എടുക്കാനായിട്ട് സാധിക്കില്ല. ദെൻ എക്സ്റ്റൻഷൻ ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി എടുത്ത ഇ-വേ ബില്ലാണെങ്കിൽ അതിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈം ലിമിറ്റ് 360 ഡേയ്സ് ആക്കിയിട്ടുണ്ട്. ദ എക്സ്റ്റൻഷൻ ഓഫ് ഇ-വേ ബിൽ വിൽ ബി ലിമിറ്റഡ് ടു 360 ഡേയ്സ് ഫ്രം ദർ ഒറിജിനൽ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഫോർ എക്സാമ്പിൾ 1 ജാനുവരി 2025 എടുത്തിട്ടുള്ള ഒരു ഇ-വേ ബില്ലാണെങ്കിൽ അത് 25th ഡിസംബർ 2025 വരെ മാത്രമാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് അപ്ഡേറ്റ് ഇ-വേ ബിൽ റിലേറ്റഡ് ആണ്. അഡ്വൈസറി ഫോർ എൻട്രി ഓഫ് RR നമ്പർ ഓർ ETRRs ഇൻ EWB സിസ്റ്റം പോസ്റ്റ് EWB FOIS ഇൻറ്റഗ്രേഷൻ. ഇതിലെ ഷോർട്ട് ഫോംസ് തന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. RR നമ്പർ ഓർ ETRRs എന്ന് ഉദ്ദേശിക്കുന്നത് റെയിൽവേ റിസീപ്റ്റ് ആണ്. EW മീൻസ് ഇ-വേ ബിൽ സിസ്റ്റം. FOIS മീൻസ് ഫ്രൈറ്റ് ഓപ്പറേഷൻ ഇൻഫർമേഷൻ സിസ്റ്റം. ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. ഈ അഡ്വൈസറി എന്താണെന്ന് ആദ്യം പറയാം. നിങ്ങൾ റെയിൽവേ ത്രൂ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റെയിൽവേ റിസീപ്റ്റ് നമ്പർ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇ-വേ ബിൽ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ്. ബിക്കോസ് മുൻപ് ഈ 2 സിസ്റ്റംസും ഇൻ്റഗ്രേറ്റഡ് ആയിരുന്നില്ല. ഇപ്പോൾ ഇ-വേ ബിൽ സിസ്റ്റവും റെയിൽവേയുടെ സിസ്റ്റവും രണ്ടും ഇൻ്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന റെയിൽവേ റിസീപ്റ്റ് നമ്പർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കില്ല. സോ ഇത് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യുന്നതിൻ്റെ കറക്റ്റ് സിസ്റ്റം ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇ-വേ ബിൽ എടുക്കുന്ന സമയത്ത് പാർട്ട് ബിയിൽ മൾട്ടി ട്രാൻസ്പോർട്ട് മോഡ് സെലക്ട് ചെയ്യേണ്ടതാണ്. അവിടെ അപ്ഡേറ്റഡ് സെക്ഷനിൽ റെയിൽ സെലക്ട് ചെയ്യുക. ദെൻ RR നമ്പർ എൻ്റർ ചെയ്യണം. അതിൻ്റെ പ്രോപ്പർ ഫോർമാറ്റും ഇവിടെ പറയുന്നുണ്ട്. Fന് ശേഷം സ്റ്റേഷൻ കോഡും RR നമ്പറും അതേ ഫോർമാറ്റിൽ തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം അത് റെയിൽവേ സിസ്റ്റവുമായിട്ട് വാലിഡേറ്റ് ചെയ്യുന്നതാണ്. മിസ്മാച്ച് വരികയാണെങ്കിൽ അലർട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. സോ കറക്റ്റ് എൻട്രി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ പ്രോപ്പർ എൻട്രി ചെയ്തതിന് ശേഷവും മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇ-വേ ബിൽ സിസ്റ്റത്തിൽ ഒരു
ടിക്കറ്റ് റീസ് ചെയ്യാവുന്നതാണ്. സപ്പോർട്ട് ടീം നിങ്ങൾക്ക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അഡ്വൈസറി ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ റെയിൽവേ ത്രൂ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്കിത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ 2 ലേറ്റസ്റ്റ് അഡ്വൈസറീസാണ് GST പോർട്ടലിൽ വന്നിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള GST കൗൺസിൽ മീറ്റിങ്ങിൻ്റെ ഡിസിഷൻസും അത് ഫയലിങ്ങിന് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആയിരിക്കും. ജോയിൻ ചെയ്തവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.